തർക്കങ്ങളും വിവാദങ്ങളും ഒഴിയാതെ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടിയുള്ള പിടിവലികൾക്കും വാദപ്രതിവാദങ്ങൾക്കും ശേഷം മഹാരാഷ്ട്രയിൽ മന്ത്രിസ്ഥാനത്തെ ചൊല്ലിയുള്ള വിവാദങ്ങളിൽ പുകയുകയാണ് മഹായുതി. മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്ത് ഒരാഴ്ച പിന്നിട്ടിട്ടും മന്ത്രിമാരെ കുറിച്ചുള്ള സൂചനകളോ വകുപ്പുകളോ പുറത്തു വന്നിട്ടില്ല. മന്ത്രിസ്ഥാനങ്ങളും പ്രധാന 3 വകുപ്പുകളും പങ്കിടുന്നതിൽ സമവായത്തിലെത്തിയ ശേഷം അവശേഷിക്കുന്ന ചില തർക്ക വിഷയങ്ങളിൽ കേന്ദ്ര BJP നേതാക്കളുടെ ഇടപെടൽ മഹാരാഷ്ട്രയിലെ 3 ഭരണകക്ഷികളും നേടിയതായാണ് വിവരം. മന്ത്രിസഭയിലെ ചില വകുപ്പുകളെ ചൊല്ലിയുള്ള തർക്കം ഇപ്പോഴും നിലനിൽക്കുകയാണ്. നിലവിൽ രൂപപ്പെട്ടിരിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് 2 ദിവസത്തെ സന്ദർശനത്തിനായി മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് ഇന്നലെ ഡൽഹിയിലേക്ക് പോയത്. ഫട്നാവിസിനൊപ്പം ഉപമുഖ്യമന്ത്രി അജിത് പവാർ ഉണ്ടായിരുന്നെങ്കിലും ക്ഷുഭിതനായ ഏക്നാഥ് ഷിൻഡെ പോകേണ്ടെന്ന് തീരുമാനിച്ചു. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളിലായി നടന്ന യോഗങ്ങളിൽ ഫട്നാവിസ്, ഷിൻഡെ, അജിത് പവാർ എന്നിവർ BJPക്ക് 22, ശിവസേനയ്ക്ക് 11, NCPക്ക് 10 എന്നിങ്ങനെയാണ് ധാരണയിലെത്തിയത്. മുഖ്യമന്ത്രി ഉൾപ്പെടെ മഹാരാഷ്ട്രയിൽ അനുവദനീയമായ മന്ത്രിതല സമിതിയുടെ പരമാവധി അംഗബലം 43 ആണ്. ഓരോ പാർട്ടിയുടെയും ബർത്തുകളുടെ എണ്ണം ഇനിയും മാറിയേക്കാം. BJP നേതാക്കൾ പറയുന്നതനുസരിച്ച് സേനയും NCPയും കൂടുതൽ ബർത്ത് ആവശ്യപ്പെട്ടാൽ താരതമ്യേന അപ്രധാനമായ വകുപ്പുകൾ കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വരും. പ്രധാന വകുപ്പുകളുടെ കാര്യത്തിൽ ആഭ്യന്തര വകുപ്പ് BJP നിലനിർത്തിയപ്പോൾ റവന്യൂ വകുപ്പും അത് നിലനിർത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഭവന വകുപ്പിനായി മുന്നിട്ടിറങ്ങിയ ഷിൻഡെയ്ക്ക് നഗരവികസന വകുപ്പും ധനവകുപ്പ് NCPക്കും നൽകും. ഫട്നാവിസും അജിത് പവാറും ബുധനാഴ്ച രാത്രിയോ വ്യാഴാഴ്ച പുലർച്ചെയോ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായെയും BJP അധ്യക്ഷൻ JP നദ്ദയെയും കാണേണ്ടതായിരുന്നു. ഷിൻഡെയും യോഗത്തിൽ പങ്കെടുക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും പോകേണ്ടതില്ലെന്ന് തീരുമാനിക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ അടുത്ത വൃത്തങ്ങൾ പറയുന്നതനുസരിച്ച് നഗരവികസന വകുപ്പ് ഒഴികെ മറ്റ് കാര്യമായ ഒരു പോർട്ട്ഫോളിയോയും അദ്ദേഹത്തിന് വാഗ്ദാനം ചെയ്തിട്ടില്ല. റവന്യൂ, പൊതുമരാമത്ത്, MSRDC, ഭവനം, ഊർജം തുടങ്ങിയ ഏതാനും വകുപ്പുകളിൽ അദ്ദേഹത്തിന് താല്പര്യമുണ്ടായിരുന്നു. എന്നാൽ BJP ആവശ്യം അംഗീകരിച്ചില്ല. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് അഴിമതി ആരോപണങ്ങൾ നേരിട്ട നേതാക്കളെ ഒഴിവാക്കണമെന്ന BJPയുടെ നിബന്ധനയിലും ഷിൻഡെ വിഭാഗം അതൃപ്തരാണ്. മഹാരാഷ്ട്രയിലെ മഹായുതിയുടെ വിജയത്തിൽ കാര്യമായ സംഭാവന നൽകിയെങ്കിലും അധികാരത്തിൽ അർഹമായ പങ്ക് ലഭിച്ചില്ലെന്നും സർക്കാർ ചർച്ചകളിൽ തന്നോട് പെരുമാറിയ രീതിയിൽ ഷിൻഡെ വളരെ അസ്വസ്ഥനാണെന്നും അദ്ദേഹത്തിന്റെ അടുത്ത സഹായി തുറന്നു പറഞ്ഞിരുന്നു. പദവികൾക്ക് വേണ്ടി ഷിൻഡെ വിലപേശേണ്ട അവസ്ഥയാണ് നിലവിലുള്ളത്. ഇക്കാരണത്താൽ അദ്ദേഹം ഡൽഹിയിലേക്ക് പോകാതെ താനെയിലെ വസതിയിൽ തങ്ങുകയായിരുന്നുവെന്നും ഷിൻഡെയുടെ സഹായി തുറന്നു പറഞ്ഞിരുന്നു. ആദ്യ മന്ത്രിസഭാ വിപുലീകരണത്തിന് മുമ്പ് വകുപ്പുകളുടെ തർക്കം പരിഹരിക്കാനാണ് തങ്ങൾ ശ്രമിക്കുന്നതെന്ന് മഹായുതി നേതാക്കൾ പറഞ്ഞു. ഡൽഹിയിലെ യോഗത്തിന് ശേഷം ഫട്നാവിസും അജിത് പവാറും വ്യാഴാഴ്ച ഷിൻഡെയുമായി മുംബൈയിൽ കൂടിക്കാഴ്ച നടത്തി ശനിയാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യുന്ന പേരുകൾക്ക് അന്തിമ രൂപം നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തർക്കങ്ങൾ പരിഹരിച്ചാൽ മാത്രമേ ഡിസംബർ 16-ന് നാഗ്പൂരിൽ ആരംഭിക്കുന്ന ശീതകാല സമ്മേളനത്തിന് മുമ്പ് ഭരണസഖ്യത്തിന് മന്ത്രിസഭ വിപുലീകരിക്കാൻ കഴിയൂവെന്ന് BJP നേതാവ് പറഞ്ഞു. അതേസമയം അധികാരം പങ്കിടുന്നത് സംബന്ധിച്ച് ഷിൻഡെയ്ക്ക് എല്ലാ അവകാശവും പാർട്ടി നൽകിയിട്ടുണ്ടെന്ന് ശിവസേന നേതാവും മുൻ മന്ത്രിയുമായ ഉദയ് സാമന്ത് പ്രതികരിച്ചിരുന്നു.